പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനങ്ങൾ അട്ടിമറിച്ച് പ്രോജക്ട് അസിസ്റ്റന്റിനെ വഴിവിട്ട രീതിയിൽ കാലാവധി നീട്ടി നൽകാനുള്ള നീക്കത്തിനെതിരെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധം. 8 പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധിച്ചു. കഴിഞ്ഞ മാർച്ച് 9 ഭരണസമിതി യോഗത്തിൽ നിലവിലെ പ്രോജക്ട് അസിസ്റ്റന്റിന്റെ കാലാവധി നീട്ടേണ്ടതില്ലെന്നും പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നതുവരെയുള്ള 5 ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉദ്യോഗസ്ഥർ ബോധപൂർവ നടപടികൾ വൈകിപ്പിച്ചുവെന്നാണ് അംഗങ്ങൾ ആരോപിക്കുന്നത്. കോടതിയിൽ പഞ്ചായത്തിന്റെ തീരുമാനം കൃത്യമായി ബോധിപ്പിക്കുന്നതിനോ സ്റ്റേ നീക്കം ചെയ്യുന്നതിനോ ഭരണസമിതി താൽപ്പര്യം കാണിച്ചില്ലെന്നും ഇത് ഉദ്യോഗസ്ഥ ഭരണസമിതി ഒത്തുകളിയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അർഹരായ നിരവധി ഉദ്യോഗാർത്ഥികളെ പുറത്തു നിർത്തിക്കൊണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രം ചട്ടങ്ങൾ ലംഘിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. UDF പാർലമെന്ററി ലീഡർ അനിൽ കരുവത്തിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, അനിത ത്രിദീപ് കുമാർ, ഉഷ ബാബു, നസീമ ബഷീർ, ഗീത രാമദാസ്, PI ഷഹർബാൻ, MT നിതീഷ് ഉൾപ്പെടെ 8 അംഗങ്ങളാണ് വിയോജനക്കുറിപ്പ് നൽകിയത്. കഴിഞ്ഞ LDF ഭരണകാലത്ത് പിൻവാതിലിലൂടെ നിയമിച്ച മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പുറത്താക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഭരണസമിതിയുടെ ഇത്തരം നടപടികൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ അറിയിച്ചു. എല്ലാവർക്കും അറിയാം, വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി താൽക്കാലിക നിയമനത്തിലൂടെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ പ്രവർത്തകരെയും പഞ്ചായത്തിലെ സ്റ്റാഫുകളെയും മുമ്പോട്ട് വെച്ചുകൊണ്ടു. ഇനി ആ സാഹചര്യത്തെ ഞങ്ങൾക്ക് അനുകൂലിക്കാൻ സാധിക്കില്ല. വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെയാണ് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഗ്യരായിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ഈ കമ്മിറ്റിയിൽ ഞങ്ങൾ സംഘടിപ്പിച്ചുള്ള ശക്തമായിട്ടുള്ള വിയോജനക്കുറിപ്പും ഈ കോടതിപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ വക്കീലിനെ ഉൾപ്പെടെ ചുമതല ഏൽപ്പിക്കണം എന്നുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുത്താണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടുള്ളത്. വരും ദിവസങ്ങളിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിട്ടു നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അനധികൃതമായി പോസ്റ്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നിയമങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ശുചികലശം നടത്തിക്കൊണ്ട് അർഹരായവരെ തെരഞ്ഞെടുത്തുകൊണ്ട് വലപ്പാടിന്റെ നല്ല കാലങ്ങൾ വരുമെന്ന്